ലോകത്തിലെ കരുത്തരായ സാമ്പത്തിക ശക്തികളായ 7 രാജ്യങ്ങൾ ഒരുമിച്ച G7 സമ്മിറ്റ് ഇറ്റലിയിൽ വെച്ച് നടന്നപ്പോൾ ലോക ശ്രദ്ധയൊന്നാകെ അവിടേക്ക് ചുരുങ്ങുകയായിരുന്നു. സമ്മിറ്റ് തുടങ്ങിയ ദിവസം മുതലേ വേൾഡ് മീഡിയാസിന് ചാകരയാണ്. കാരണം ആദ്യ ദിവസം മുതൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ തന്നെ. G7 രാജ്യങ്ങളെല്ലാം പെരുങ്കള്ളന്മാരാണെന്ന് വ്ളാഡിമിർ പുടിൻ തുറന്നടിച്ച ഈ സമ്മിറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാരതത്തിന്റെ 50ാമത്തെ G7 സമ്മിറ്റ് ആയിരുന്നു. G7ലെ ഒരംഗമല്ല എങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആസ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ത്യ G7 സമ്മിറ്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി ഇറ്റലിയിൽ എത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ. ഇന്ത്യൻ PM നരേന്ദ്രമോദിയും ഇറ്റാലിയൻ PM ജോർജിയ മെലോണിയും തമ്മിലുള്ള കെമിസ്ട്രി, മെലോഡി എന്ന ഹാഷ്ടാഗ് എല്ലാം പണ്ടേ ലോക പ്രശസ്തമാണ്. എന്നാലും ഇറ്റാലിയൻ PM നരേന്ദ്രമോദിയെ മാത്രമല്ല എല്ലാ വേൾഡ് ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്ത രീതി ഇപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. ചിലർ ഇതിനെ മോദി എഫക്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യയുടെ നമസ്കാരം, നമസ്തേ ഇന്ന് കൂടുതൽ ഇന്റർനാഷണലൈസ്ഡ് ആയിരിക്കുകയാണ്. എന്നാൽ G7 മീറ്റിലെ ഏറ്റവും അധികം വൈറലായ, ഇന്റർനെറ്റിനെ മുഴുവൻ ഇളക്കി മറിച്ച ആ സംഭവം ഇതല്ല. അതിനു കാരണക്കാരനാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ. G7 സമ്മിറ്റിനോടനുബന്ധിച്ച് വേൾഡ് ലീഡേഴ്സിനായി ഇറ്റലിയുടെ പാരാ ട്രൂപ്പേഴ്സ് വക ഒരു അഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. നമുക്ക് കാണാം ഇതിൽ പാരാ ട്രൂപ്പേഴ്സ് ഒന്നൊന്നായി ആകാശത്തു നിന്നും പറന്നിറങ്ങുകയാണ്. നിങ്ങൾ ജോ ബൈഡനെ ഒന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ശൂന്യതയിൽ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവിടെയെല്ലാം നോർമൽ ആണെന്ന് അറിയിക്കുവാൻ വേണ്ടി ആദ്യം ജോർജിയ മെലോണി, പിന്നാലെ ബാക്കി വേൾഡ് ലീഡേഴ്സ് എല്ലാം ബൈഡന്റെ അടുക്കലേക്ക് നീങ്ങി ഇതിനെ കവറപ്പ് ചെയ്യുന്നു. ഇത് കണ്ട പലരും, പ്രത്യേകിച്ച് അമേരിക്കൻ ജനത അങ്ങേയറ്റം ആശങ്കാകുലരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തെ നയിക്കുന്ന നേതാവ് ഇത്തരത്തിൽ നിന്നിടത്തു നിന്ന് തന്നെ ലോസ്റ്റ് ആവുന്നത് ഇത് ആദ്യമായല്ല. എതിർകക്ഷി നേതാവായ ഡൊണാൾഡ് ട്രംപും ബൈഡൻ ഇത്തരത്തിൽ സ്ഥലകാല ബോധമില്ലാതെ കറങ്ങി നടക്കുന്നതിനെ തന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടെ പലതവണ പരിഹസിച്ചിട്ടുണ്ട്. ബൈഡൻ ഇതുകൂടാതെ സ്വീകരിക്കാനെത്തിയ ജോർജിയ മെലോണിക്കും വ്ളാഡിമിർ സെലൻസ്കിക്കുമൊക്കെ വെറുതെ എന്തിനോ വേണ്ടി മാറി മാറി സല്യൂട്ടും അടിക്കുന്നുണ്ടായിരുന്നു. അവസാനം മാർപ്പാപ്പയെ തലകൊണ്ടിടിക്കുക കൂടി ചെയ്തപ്പോൾ ബൈഡൻ ശരിക്കും എയറിലായി എന്ന് തന്നെ പറയാം. എന്നാൽ ഈ G7 സമ്മിറ്റിൽ ഏറ്റവും ലോക ശ്രദ്ധയെ ആകർഷിച്ച സംഭവം ഇതാണെന്ന് കരുതിയാൽ വെയിറ്റ്, അതിനിയും വരാൻ പോകുന്നതേയുള്ളൂ. സൗദി അറേബ്യ ഈ മീറ്റിൽ ഇത്തവണ പങ്കെടുത്തിരുന്നില്ല എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു. സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുവെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നില്ല. റഷ്യ കലിപ്പിലാണ്. റഷ്യയുടെ ഈ കലിപ്പിന് പിന്നിലെ കാരണം കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക, ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. വ്ളാഡിമിർ പുടിൻ G7 ലീഡേഴ്സിനെ എല്ലാം കള്ളന്മാരെന്ന് വിളിച്ചത് ശരിയായോ എന്ന്. സംഭവം ആരംഭിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്താണ്. റഷ്യയും പശ്ചിമ രാജ്യങ്ങളും തമ്മിൽ ഒരു ന്യൂട്രലായ ബന്ധം പുലർത്തിയിരുന്ന സമയം. റഷ്യ തങ്ങളുടെ വളരെയധികം അസറ്റുകൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗോൾഡ്, ഫോറിൻ കറൻസീസ് എല്ലാം ഉൾപ്പെടും. ഇത്തരത്തിൽ തങ്ങളെക്കാൾ കൂടുതൽ സെക്യൂരിറ്റി നൽകാൻ കഴിയുന്ന രാജ്യങ്ങളിൽ സ്വർണം, പണമെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ഒരു കോമൺ പ്രാക്ടീസ് ആണ്. നമ്മുടെ ഭാരതവും ഇത്തരത്തിൽ പല വിദേശ രാജ്യങ്ങളിലും തങ്ങളുടെ അസറ്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യ പിന്നീട് യുക്രൈനു മേൽ ആക്രമണം നടത്തിയ സമയം വെസ്റ്റേൺ കൺട്രീസിന്റെ പക്കൽ റഷ്യ ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്ന $500 ബില്യൺ വിലമതിക്കുന്ന സ്വർണം, പണമെല്ലാം ഇവർ ജപ്തി ചെയ്ത് തങ്ങളുടെ കൈക്കലാക്കുവാനിടയായി. അതുമാത്രമല്ല, ഇപ്പോൾ ആ ജപ്തി ചെയ്ത അസറ്റിൽ നിന്നും ഏകദേശം $50 ബില്യൺ വരുന്ന എമൗണ്ട് യുക്രൈന് റഷ്യക്കെതിരെയുള്ള യുദ്ധാവശ്യങ്ങൾക്കായി അനുവദിക്കുവാൻ പോവുകയാണ്. ഇതുകൊണ്ട് വേണമെങ്കിൽ യുക്രൈന് റഷ്യക്കെതിരായി യുദ്ധം ചെയ്യുവാൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് വാങ്ങുകയോ, എയ്ഡ് പർച്ചേസ് ചെയ്യുകയോ, യുദ്ധത്തിൽ തകർന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ റീബിൽഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. യാതൊരു കണ്ടീഷൻസും കൂടാതെ വളരെ തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റിൽ അനുവദിച്ച ഈ പണം കൈപ്പറ്റുവാനാണ് സെലൻസ്കി അതിലേ കടന്ന് കറങ്ങുന്നത്. സ്വന്തം പണത്തെ തനിക്കെതിരായി തന്നെ ഉപയോഗിക്കുന്നതിനെ കണ്ട് നിസ്സഹായനായ വ്ളാഡിമിർ പുടിന്റെ ചോര തിളയ്ക്കുകയാണ്. പശ്ചിമ രാജ്യങ്ങളെല്ലാം കള്ളന്മാരാണെന്നും G7 രാജ്യങ്ങളുടെ ഈ തീരുമാനം മോഷണത്തിന് തുല്യമാണെന്നും പറഞ്ഞ് പുടിൻ ഇതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. നാം ആരുടെയും പക്ഷം ചേരാതെ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവ്സിലൂടെ ചിന്തിച്ചു നോക്കിയാൽ പുടിൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഒരു രാജ്യങ്ങളും ഇത്തരത്തിൽ ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ പക്കൽ തങ്ങളുടെ അസറ്റ്സിനെ സൂക്ഷിക്കുവാൻ ഇനി നൽകില്ല. ഇന്ന് റഷ്യക്ക് സംഭവിച്ചത് നാളെ ആർക്കൊപ്പം വേണമെങ്കിലും സംഭവിച്ചേക്കാം. ഇന്ത്യയുടെയും ഇത്തരത്തിൽ UK-യിൽ സൂക്ഷിച്ചിരുന്ന 100 മെട്രിക് ടണ്ണോളം വരുന്ന സ്വർണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നാം കണ്ടതാണ്. G7ലെ സംഭവ വികാസങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സമ്മിറ്റിനിടെ 2 സുപ്രധാന രാജ്യങ്ങൾ, ഒന്ന് ആതിഥേയ രാജ്യമായ ഇറ്റലിയും 2 ഫ്രാൻസും തമ്മിൽ നടന്ന അടിപിടിയാണ് അടുത്ത ഹോട്ട് ടോപ്പിക്. അബോർഷൻ ആണ് ഇവിടുത്തെ വിഷയം. ഇതിനുശേഷം ഇമ്മാനുവൽ മാക്രോണിന് നേരെ ജോർജ് മെലോണിയുടെ ആ കലിപ്പൻ നോട്ടം മീഡിയാസ് ഇതിനകം തന്നെ ആഘോഷമാക്കി കഴിഞ്ഞിരിക്കുന്നു. സംഭവത്തെ പറ്റി അറിയണമെങ്കിൽ ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസിനെ പറ്റി നാം അറിയണം. ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം
ഇദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായ നേതാവാണോ? അല്ല. ഒരു വലതുപക്ഷക്കാരനാണോ? അതുമല്ല. രണ്ടിനുമിടയ്ക്കുള്ള ഒരു സെൻട്രലൈസ്ഡ് നേതാവാണ് മാക്രോൺ. ഇദ്ദേഹം തന്റെ ഐഡിയോളജിയുമായി മെലോണിയെ ഉപദേശിക്കുവാൻ ചെന്നതാണ് പ്രശ്നം. ഇറ്റാലിയൻ PM ജോർജിയ മെലോണി എന്നാൽ ഒരു കട്ടർ റൈറ്റ് വിംഗ് നേതാവാണ്. കൺസർവേറ്റീവ് ക്രിസ്ത്യൻസിന്റെ പാർട്ടിയെ നയിക്കുന്ന ഇവർ ഇറ്റലിയെ ഒരു കംപ്ലീറ്റ് ക്രിസ്ത്യൻ കൺട്രി ആക്കണമെന്ന് വരെ അഭിപ്രായമുള്ളവരാണ്. ഇത്തരത്തിൽ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസിന്റെ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ അബോർഷൻ എന്നത് അബോർഷൻ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രിസ്ത്യൻ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഇവർ ഇതിനെ വലിയൊരു പാപമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ അബോർഷനെതിരെയുള്ള നിയമങ്ങളും ഈ രാജ്യങ്ങളിൽ ശക്തമാണ്. നമുക്ക് കാണാം, ഈ വരാൻ പോകുന്ന US ഇലക്ഷനിലെയും ഹോട്ട് ടോപ്പിക് അബോർഷൻ ആണ്. അവിടെ ജോ ബൈഡന്റെ പാർട്ടി ഇതിനെ അനുകൂലിക്കുമ്പോൾ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസിന്റെ പാർട്ടി നേതാവായ ഡൊണാൾഡ് ട്രംപ് ഇതിനെ എതിർക്കുന്നു. അങ്ങനെയിരിക്കെ ഈ മീറ്റിംഗിനിടെ ഇമ്മാനുവൽ മാക്രോൺ ആതിഥേയ രാജ്യമായ ഇറ്റലിയിൽ നിലവിലുള്ള അബോർഷൻ നിയമങ്ങൾ തെറ്റാണെന്നും ഇതിനെ എതിർക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. ജോർജിയ മെലോണിയുടെ സ്വഭാവം അറിയാമല്ലോ. ഇമ്മാനുവൽ മാക്രോൺ ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ എത്തിയതാണെന്നും ഫ്രഞ്ച് വാല്യൂസിനെ ഇന്റർനാഷണൽ വേദികളിൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് കാണിച്ച് ദേശീയ പൊളിറ്റിക്സിലെ വോട്ടർ ബേസിനെ സുഖിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്നുമൊക്കെ പറഞ്ഞ് ഇവർ ഇമ്മാനുവൽ മാക്രോണിന് ശരിക്കും പഞ്ഞിക്കിട്ടു. ദേഷ്യം തീരാത്ത ഇവരുടെ ആ ഡെഡ്ലി കലിപ്പൻ ലുക്ക് ഗ്ലോബൽ മീഡിയാസിലെ ചൂടൻ ചർച്ചാ വിഷയമാണിപ്പോൾ. ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ നടന്ന ഒരു G7 സമ്മിറ്റിൽ ഈ ബഹളങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ എന്തിനു പോയി? സൗദി അറേബ്യ ചെയ്തതുപോലെ കാര്യമായ ഗുണങ്ങളൊന്നുമില്ലെങ്കിൽ വെറുതെ സ്വന്തം രാജ്യത്തിരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്കായി ഇന്ത്യ ഇതിൽ പങ്കെടുക്കുവാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കാര്യം പറഞ്ഞാൽ ഈ G7 സമ്മിറ്റിലേക്കുള്ള ഇൻവിറ്റേഷൻ ഇറ്റാലിയൻ PM ജോർജിയ മെലോണി ഇന്ത്യയിൽ ഇലക്ഷൻ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അയച്ചതായിരുന്നു. പ്രധാനമന്ത്രി രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കേണ്ട ചടങ്ങിൽ മോദി തന്നെയാവും ഇത്തവണയും പ്രധാനമന്ത്രി എന്ന് മുൻകൂട്ടി ഗണിച്ചുകൊണ്ട് മെലോണി മോദിക്ക് അന്നയച്ച ഇൻവിറ്റേഷൻ മാധ്യമങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇവിടെ മെലോണി വിളിച്ചതുകൊണ്ടാണ് മോദി ഇതിൽ പങ്കെടുക്കുവാൻ പോയതെന്ന് തെറ്റിദ്ധരിക്കരുത്. നാം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഇന്ത്യൻ PM G7 സമ്മിറ്റിനായി ഇറ്റലിയിലേക്ക് തിരിച്ച ഉടനെ പല ഇന്ത്യൻ ഒഫീഷ്യൽസും മന്ത്രിമാരും ഇത്തരത്തിലുള്ള ചിത്രം തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുന്നത്. ഈ പോസ്റ്റുകളിൽ നമുക്ക് കാണാം, ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് അത് പല G7 രാജ്യങ്ങളെക്കാളും വളരെ ഉയരത്തിലാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയപ്പോൾ മൊത്തം G7 രാജ്യങ്ങളുടെയും ആവറേജ് ഗ്രോത്ത് റേറ്റ് അത് വെറും 1.7% മാത്രമാണ്. ഇത് G7 രാജ്യങ്ങളെ പരിഹസിക്കുവാനോ താഴ്ത്തിക്കെട്ടുവാനോ വേണ്ടി കാണിക്കുന്നതല്ല. തീർച്ചയായും ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെക്കാളും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടുത്തെയൊക്കെ ആളോഹരി വരുമാനവും വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ ഹ്യൂമങ്കസ് ആയ വളർച്ചാ നിരക്കിനെ മറ്റു രാജ്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യക്കൊരു വികസിത രാജ്യമാകുന്നതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായ തൊഴിലില്ലായ്മയെ പിടിച്ചുകെട്ടണമെങ്കിൽ രാജ്യത്ത് പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ്, വ്യവസായങ്ങൾ വരേണം. ഇത്തരം വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് മുന്നിൽ രാജ്യത്തെ വളർച്ചാ നിരക്കിനെ കാണിച്ച് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഈ G7 വഴി ലഭിക്കുന്നത്. ഇന്ത്യക്കിവിടെ രാജ്യത്തിന്റെ സ്ട്രോങ് ഇക്കണോമിക് ഗ്രോത്തിനെ ലോകത്തിന് മുന്നിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയാം, കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന്. എന്നിരുന്നാലും മുറ്റ സുഹൃത്തായ റഷ്യയെ വഞ്ചിക്കുകയും തമ്മിത്തല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു G7 സമ്മിറ്റിൽ ഇന്ത്യക്ക് ശരിക്കും പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതോ സൗദി അറേബ്യ ചെയ്തതുപോലെ ഇതിനെ ബഹിഷ്കരിക്കണമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അതിനെ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണുന്നതുവരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.